തലസ്ഥാനത്ത് മാരക ലഹരി മരുന്നുമായി കേരള മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരം പിടിയിൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തമ്പാനൂർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്നും ടൈറ്റാനിയം കമ്പനി സീനിയർ സൂപ്രണ്ടായ MI നജീബ് ഖാൻ അറസ്റ്റിലായത്. മുൻപ് ലഹരി കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് സസ്പെൻഷനിലായിരുന്നു ഇയാൾ. അച്ചടക്ക നടപടികൾക്ക് ശേഷം ജോലിയിൽ തിരികെ പ്രവേശിച്ച് ദിവസങ്ങൾക്കകമാണ് വീണ്ടും പോലീസിന്റെ പിടിയിലാകുന്നത്. സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തമ്പാനൂരിലെ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് നജീബ് ഖാൻ പിടിയിലാകുന്നത്. കഴിഞ്ഞ മാർച്ചിൽ 4 ഗ്രാം MDMA-യുമായി ഇയാളെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ടൈറ്റാനിയം മാനേജ്മെന്റ് അന്വേഷണ വിധേയമായി ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അച്ചടക്ക നടപടികൾ പൂർത്തിയാക്കി ദിവസങ്ങൾക്ക് മുൻപ് ജോലിയിൽ തിരികെ പ്രവേശിച്ചതിനു പിന്നാലെയാണ് നജീബ് ഖാൻ വീണ്ടും ലഹരിമരുന്നുമായി പോലീസിന്റെ പിടിയിലാകുന്നത്. സന്തോഷ് ട്രോഫി തരാമെന്ന നിലയിൽ സ്പോർട്സ് ക്വാട്ടയിലാണ് നജീബിന് ടൈറ്റാനിയത്തിൽ ജോലി ലഭിച്ചത്. പ്രത്യേക മൊബൈൽ ആപ്പ് തയ്യാറാക്കി അതുവഴി യുവാക്കളെ ഹോട്ടൽ മുറിയിൽ എത്തിച്ച് ലഹരി കൈമാറുന്നതാണ് ഇയാളുടെ രീതിയെന്ന് എക്സൈസ് മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നു. 5 വർഷമായി MDMA ഉപയോഗിക്കുന്നുണ്ടെന്നും അതിനുശേഷമാണ് വിൽപ്പനയിലേക്ക് കടന്നതെന്നും ചോദ്യം ചെയ്യലിൽ നജീബ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ തമ്പാനൂരിൽ വെച്ച് പിടിയിലാകുമ്പോൾ ഇയാളുടെ കൈവശം 0.2 ഗ്രാം MDMA മാത്രമാണ് ഉണ്ടായിരുന്നത്. അളവ് കുറവായതിനാൽ രാത്രിയോടെ തന്നെ പോലീസ് നജീബ് ഖാനെ ജാമ്യത്തിൽ വിട്ടു. ഇയാൾക്ക് എവിടെ നിന്നാണ് മാരക ലഹരി വസ്തുക്കൾ ലഭിക്കുന്നതെന്നതിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.